1930 ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നതാണ് ലോകമാദ്യമായി കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച. അന്ന് അതിൽ നിന്ന് ലോകം കരകയറിയത് പരമ്പരാഗതമായ രീതികൾ അവലംബിച്ചുകൊണ്ടല്ല, പുതിയ രീതികൾ അവലംബിച്ചുകൊണ്ടാണ്. പുതിയ മാറ്റങ്ങൾ ലോകത്ത് ഇക്കോണമിയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ്. അങ്ങനെയാണ് കെയ്നീഷ്യൻ തിയറി വന്നത്. കൂടുതൽ സ്പെൻഡിംഗ് ഉണ്ടായാൽ മാത്രമേ എക്കണോമിക് ആക്ടിവിറ്റി നടക്കുകയുള്ളൂ. കണ്ടില്ലേ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ 1.3% നിൽക്കുകയാണ്, ലോവസ്റ്റ് ഇൻ ദ കൺട്രി. ഏത് ഘട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ അറിയണം. GSDPയും ഡെറ്റും തമ്മിലുള്ള റേഷ്യോ കൂടുകയാണ്. ഇതൊരു അപകടകരമായ സ്ഥിതിയാണ്. രണ്ട് രീതിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, നമുക്കൊരു നിവർത്തിയില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാതെ നിസ്സഹായരായി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അതിനധികം വർഷങ്ങൾ വേണ്ട. വല്ലാതെ വൈകിയെന്ന് ഞാൻ കരുതുന്നില്ല, ഞങ്ങൾ ആരും കരുതുന്നില്ല. പക്ഷേ ഇനിയും വൈകാൻ നമുക്ക് പാടില്ല. അതുകൊണ്ട് നമുക്ക് വേണം, പണമുണ്ടാകണം, ആക്ടിവിറ്റി ഉണ്ടാകണം, ഇക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് റെമിറ്റൻസ് ഇക്കോണമി, അതായിരുന്നു ബാക്ക് ബോൺ എന്ന് അവകാശപ്പെട്ടിരുന്നത്. അവിടെ ജോലി നഷ്ടപ്പെട്ട ആളുകൾ തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഏത് ഘട്ടത്തിലും ഉണ്ടാവാം. ഇപ്പൊ തന്നെ ഒരു യുദ്ധം നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുകയായിരുന്നു. ആ റെമിറ്റൻസ് എക്കോണമിയെ ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമിയായി മാറണമെന്ന് നമ്മൾ ആരും ഇതുവരെ പരിശോധിക്കാത്തൊരു കാര്യമുണ്ട്. കറൻസിയുടെ മാജിക് എന്താണ്? എന്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ കയ്യിലേക്കും, നിങ്ങളുടെ കയ്യിൽ നിന്നും മൂന്നാമന്റെ കയ്യിലേക്കും, മറ്റുള്ളവരുടെ കയ്യിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ട ഒരു വിനിമയ മാധ്യമമാണ് കറൻസി. റെമിറ്റൻസ് എക്കോണമിയെ പറ്റി നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവിടെ നിങ്ങളോട് അയക്കുന്ന പണം. നമ്മൾ കേരളം ഇതുവരെ ഞങ്ങൾ പരിശോധിക്കാൻ പോവാണ്. റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ട് കേരളത്തിൽ, അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ. 4 മില്യനും 5 മില്യനും ഇടയിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൂടെ ജോലി ചെയ്യുന്നുണ്ട്. സർ, അവര് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് കൂലി കിട്ടുന്നത് ശനിയാഴ്ച. അവര് വളരെ ചെലവ് ചുരുക്കിയാണ് ജീവിക്കുന്നത്. വളരെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യും. ശനിയാഴ്ച പേയ്മെന്റ് കിട്ടിയാൽ ഉടനെ ഗൂഗിൾ പേയിൽ അവർ ഈ പൈസ അയക്കുകയാണ്. സർ, റിവേഴ്സ് റെമിറ്റൻസ് ആയി. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു 15 കൊല്ലം മുമ്പ് കൊച്ചി നഗരത്തിൽ ഒരു 100 കോടി രൂപയുടെ കെട്ടിടം പണിതാൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് 100 കോടി രൂപയുടെ ഒരു കെട്ടിടം പണിതാൽ അതിൽ 40 മുതൽ 50% വരെ പണം ലേബർ ചാർജായി ഈ തിരുവനന്തപുരം നഗരത്തിലും സമീപ പ്രദേശത്തുമുള്ള തൊഴിലാളികളുടെ വീട്ടിലേക്ക് എത്തുമായിരുന്നു. ഇപ്പൊ ആ പണം എങ്ങോട്ടാ പോകുന്നത്? ഒറ്റയാളില്ലല്ലോ നമ്മുടെ ആരും. തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊച്ചിയിലും കേരളത്തിലും സർക്കുലേറ്റ് ചെയ്യപ്പെടേണ്ട പൈസയാണ് റിവേഴ്സ് റെമിറ്റൻസ് ആയിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ഇക്കോണമിയുടെ അടിത്തറ മാന്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ മറികടക്കാൻ പറ്റും? അവരെല്ലാം പറഞ്ഞുവിടാൻ പറ്റുമോ? പറഞ്ഞുവിടാൻ പറ്റില്ല. ഇവിടെയുള്ള ആളുകൾ വന്ന് ആ ജോലി ചെയ്യോ? ജോലി ചെയ്യില്ല. അതൊരു സിറ്റുവേഷനാണ്. ഈ ഗവൺമെന്റ് അത് വിശദമായി പഠിച്ചാൽ ഇക്കോണമിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് നോക്കൂ. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താ? നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ പരമാവധി ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരിക. പോർട്ട് സിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു അഡ്വാൻറ്റേജാ. എന്താണ്? 600 കിലോമീറ്റർ ദൂരം കടലുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ലോകരാജ്യങ്ങളെല്ലാം അത്തരം കടലുകളുള്ള എല്ലാ അഡ്വാൻസ്ഡ് ആയ രാജ്യങ്ങൾ ഇവിടെ പറഞ്ഞു. ദുബായിയുടെ ഇക്കോണമിയെ കുറിച്ച് പറഞ്ഞു. എണ്ണ വറ്റിപ്പോയിട്ടും ദുബായ് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യവസായ മന്ത്രി എക്സ്പ്ലെയിൻ ചെയ്തത്. ദുബായ് പോർട്ട് ദുബായിയുടെ GDPയിലേക്ക് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ 28 to 30%. അപ്പൊ ആ പോർട്ട് കേരളം മുഴുവൻ ഡെവലപ്പ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവന്ന് നമുക്ക് അതിനെ ഡെവലപ്പ് ചെയ്ത എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകും. നമുക്ക് അതിൽ നിന്ന് പണം ഉണ്ടാവും. എക്കണോമിക് ആക്ടിവിറ്റി നടക്കുമ്പോൾ നമുക്ക് പണം ഉണ്ടാവും. അതുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കണം. ഞങ്ങള് ടാക്സ് ഡ്രൈവ് നടത്താൻ പോവാ. ആരുടെയും തലയിൽ അഡീഷണൽ ആയിട്ടുള്ള നികുതി ഭാരം കെട്ടിവെക്കാതെ ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ആലോചിക്കുന്നത്. ഒരു ഓൾട്ടർനേറ്റീവ്. എന്തുമാത്രം സാധനങ്ങളാണ് കേരളത്തിൽ ടാക്സ് ഇല്ലാതെ കൊണ്ടുവന്ന് വിൽക്കുന്നത്? ചെക്ക് പോസ്റ്റിൽ ക്യാമറയില്ല, ഒരു സംവിധാനമില്ല, ആളുകൾ കൊണ്ടുവന്ന് വിൽക്കാണ്. ആര് ചോദിക്കാനും പറയാനും ആരുമില്ല. അത് നടക്കില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നികുതി വെട്ടിപ്പുകാരോട് കർശനമായി അവരെ നേരിടും. ഒരു സംശയം വേണ്ട. ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല നികുതി വെട്ടിപ്പുകാരോട്. യഥാർത്ഥ നികുതിദായകരെ സർക്കാർ എല്ലാ സഹായവും അവർക്ക് ചെയ്തു കൊടുക്കുകയും അവരെ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും.